വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രത്തിന്റെ പേരെന്താ? EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. നമ്മുടെ നാട്ടില് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് കേരളത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയോ? യെസ്, എറണാകുളം ജില്ലയിലെ പറവൂരിൽ വെച്ചിട്ട് 1982 നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. അന്ന് ഏകദേശം 50ഓളം ബൂത്തുകളിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. പക്ഷെ എന്നാലും അന്നത്തെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അതിനുശേഷം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് വീണ്ടും ആ തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു. പിന്നീട് 1951 ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി വരുത്തിക്കൊണ്ട് 1989 തൊട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കാമെന്നൊക്കെ ആയിട്ട് മാറ്റി. പിന്നീട് 2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെ 2004 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തൊട്ടാകെ എല്ലായിടത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് അവിടുത്തെ ഇങ്ങോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് തന്നെയാണ് ഉപയോഗിച്ച് പോകുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല വികസിത രാജ്യങ്ങൾ ഇപ്പോഴും ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് എന്തോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസത്തിലെത്താനായിട്ട് സാധിച്ചിട്ടില്ല.